ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും പദം പദം രാമപാദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സുമിത്രാദേവി എന്ന കഥാപാത്രത്തെയാണ്. സുമിത്രാദേവി എല്ലാവരും സുപരിചിതമാണ്. സുമിത്രാദേവിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. രാമായണത്തിലെ നിറഞ്ഞു നിൽക്കുന്ന മാതൃഭാവത്തിൻ്റെ മകുടോദാഹരണമായിട്ടുള്ള സുമിത്രാദേവി, സുമിത്രാ മാതാവ്, ദശരഥൻ്റെ മൂന്നാമത്തെ ഭാര്യയാണ് സുമിത്രാദേവി, അഥവാ ലക്ഷ്മണൻ്റെ അമ്മയാണ്. അതീവ ബുദ്ധിശാലിയായിട്ടാണ് സുമിത്രാദേവിയെ അറിയപ്പെടുന്നത്. 14 സംവത്സരം ശ്രീരാമചന്ദ്രപ്രഭു വനവാസത്തിന് പോകണമെന്ന ആഗ്രഹം അച്ഛൻ്റെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രപ്രഭു സീതാദേവിയും യാത്രയായി വനത്തിലേക്ക് പോവുകയാണ്. വനയാത്രയ്ക്ക് പോയാൽ അവിടെ ദുർഘടമായിട്ടുള്ള കല്ലും മുള്ളും അതേപോലെ രാക്ഷസന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ പ്രതിസന്ധിയെ നേരിടേണ്ട ഒരു സാഹചര്യത്തിലാണ് യാത്രയാകുന്നത് എന്ന ഉത്തമ ബോധ്യമുണ്ടായിരുന്നു സുമിത്രാദേവിക്ക്. അങ്ങനെ ജ്യേഷ്ഠൻ യാത്രയാകുമ്പോൾ ജ്യേഷ്ഠനെ സഹായിക്കുവാൻ ജ്യേഷ്ഠൻ ആവശ്യപ്പെട്ടില്ല ലക്ഷ്മണനോട് വരണമെന്ന്. സുമിത്രാദേവിയോട് ശ്രീരാമചന്ദ്രപ്രഭു പറഞ്ഞില്ല, എൻ്റെ സഹോദരനെ കൂടി എൻ്റെ കൂടെ അയക്കണം, എനിക്ക് തനിയെ വനത്തിൽ പോകാൻ നിർവാഹമില്ല, എൻ്റെ ഭാര്യയും ഞാനും തന്നെയുള്ളൂ കാട്ടിൽ പോകുന്നത്, എനിക്ക് വലിയ സഹായം വേണം എന്ന് ശ്രീരാമചന്ദ്രപ്രഭു ആവശ്യപ്പെട്ടോ? ഒരിക്കലും അങ്ങനെ രാമായണത്തിൽ പറയണില്ല. മറിച്ച് അതിനെല്ലാം കാരണക്കാരിയായത്, അതിനെല്ലാം ആ ലക്ഷ്മണ രാജകുമാരനെ പ്രേരിപ്പിച്ചത്, യാത്രയാക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ആജ്ഞയും നൽകിയത്, അങ്ങനെ വേണം പറയാൻ. അമ്മ നിർദ്ദേശം നൽകുക മാത്രമല്ല, ആജ്ഞാപിക്കുവാനും അധികാരമുണ്ട്. ആ സുമിത്രാ മാതാവ് ലക്ഷ്മണ രാജകുമാരനെ വിളിച്ചു വരുത്തി, തൻ്റെ വീടിനുള്ളിലേക്ക് അന്തഃപുരത്തേക്ക് വിളിച്ചു വരുത്തി. എന്തിനാണ്? നാളെ രാജ്യാഭിഷേകം, പട്ടാഭിഷേകം നടക്കുമെന്നറിഞ്ഞെങ്കിൽ ആ പട്ടാഭിഷേകം മാറ്റിവെച്ചതും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ രാജസിംഹാസനത്തിലുള്ള പ്രവേശനം തടയപ്പെട്ടതുമെല്ലാം സുമിത്രാ മാതാവിനറിയാം. അതുകൊണ്ട് അച്ഛൻ്റെ ആഗ്രഹം, അച്ഛൻ്റെ ആജ്ഞ ശിരസാവഹിക്കുവാൻ ധർമ്മിഷ്ഠനായ ആ രാജപുത്രൻ അഥവാ ശ്രീരാമചന്ദ്രപ്രഭു തയ്യാറായി നിൽക്കുകയാണ്. അദ്ദേഹം വനത്തിലേക്ക് പോകുമ്പോൾ വെറുതെയല്ല പോകുന്നത്. അദ്ദേഹത്തോടൊപ്പം ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ സപത്നിയായിട്ടുള്ള സീതാമാതാവും കൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് ജ്യേഷ്ഠനെയും ജ്യേഷ്ഠഭാര്യയെ അമ്മയായി കരുതണം. അതുകൊണ്ട് ആ ജ്യേഷ്ഠഭാര്യയെയും സഹായിക്കുവാനും ആപത്ത് വരാതെ അവരെ എപ്പോഴും കാവലായി നീ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണ രാജകുമാരനെ വനത്തിലേക്ക് പോകുന്ന വനയാത്രയ്ക്ക് തയ്യാറാക്കിയതും അതിന് നിർദ്ദേശം കൊടുത്തതും ഉപദേശം കൊടുത്തതും രാമായണത്തിൽ വളരെ പ്രശസ്തമാണ്, പ്രസിദ്ധമാണ്. അത് വളരെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ ഒരമ്മയും ഇതുപോലെ ഒരു ഉപദേശം ഒരു മകനും കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ നന്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നന്മയിലേക്ക്, സാഹോദര്യ ബന്ധത്തിലേക്ക്, കുടുംബ ബന്ധത്തിലേക്ക്, രാജ്യസ്നേഹത്തിലേക്ക് എല്ലാ ഗുണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ അമ്മയുടെ വാക്കുകൾ നമ്മൾ കാതോർക്കേണ്ടതാണ്. അതുകൊണ്ടാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം, വളരെ പ്രസിദ്ധമാണ്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം. 10 അർത്ഥങ്ങൾ ദ്യോതിപ്പിക്കുന്ന വാൽമീകി രാമായണത്തിലെ ആ വരികൾ, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം എന്ന് തുടങ്ങുന്ന ശ്ലോകമുണ്ടല്ലോ, അത് അധ്യാത്മ രാമായണത്തിലേക്ക് കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ എഴുതിയ രാമായണത്തിൽ നമ്മൾ വായിക്കുന്ന രാമായണത്തിൽ വരുമ്പോൾ രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. അങ്ങനെ എങ്ങനെ വിചാരിക്കണം? എൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ യാത്രയായി പോകുമ്പോൾ എൻ്റെ മകൻ ഓർമ്മയിൽ എപ്പോഴും ഇരിക്കട്ടെ. സുമിത്രാ മാതാവ് സ്വന്തം മകനോട് പറയുക, നീ ജ്യേഷ്ഠനോടൊപ്പം, ജ്യേഷ്ഠ ഭാര്യയായ സീതാദേവിയോടൊപ്പം വനത്തിലേക്ക് പോകുമ്പോൾ നിന്റെ മനസ്സിൽ ഓർക്കേണ്ടത് രാജകൊട്ടാരവും രാജസിംഹാസനവുമല്ല, രാജ്യസുഖങ്ങളല്ല, മാത്രമല്ല നീ ആരാരും ഓർക്കണം,
രാമനെ നിത്യം ദശരഥനെന്നുള്ളിലാമോദമോട് നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നോർത്തുകൊണ്ടിടുക. എന്നെ ആരാണ്? രാമനെ ആരായി കരുതണം? ദശരഥനായി, സ്വന്തം അച്ഛനായി കരുതണം. നിന്റെ അച്ഛനായിട്ട്, ദശരഥനായിട്ട് രാമഭഗവാനെ നീ കരുതണം. നിന്റെ ജ്യേഷ്ഠ സഹോദരനെ അച്ഛന് തുല്യം കാണണം. അച്ഛൻ നിന്റെ കൂടെയില്ല, പക്ഷേ ജ്യേഷ്ഠൻ നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ആ ജ്യേഷ്ഠൻ നിന്റെ അച്ഛനായി കരുതണം. എത്ര ശ്രേഷ്ഠമായ വാക്കുകളാണ് നോക്കൂ. നമുക്ക് മാതൃകാപരമായി നമ്മുടെ മക്കൾക്ക്, പൊന്നോമന മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അമ്മമാർക്ക്, സഹോദരന്മാർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകളാണ് സുമിത്രാ മാതാവ് പറഞ്ഞത്. രാമനെ ദശരഥനായിട്ട് നീ കരുതണം. കാട്ടിൽ പോകുമ്പോൾ നിനക്ക് തുണയായിട്ടിരിക്കുന്നത് നിന്റെ അച്ഛനായി കരുതണം. ദശരഥനായി തന്നെ കരുതണം രാമനെ. മാത്രമല്ല, ഈ സുമിത്രാ മാതാവ് നിന്റെ അമ്മയാരാ? നിന്റെ അമ്മയായി ആ സമീപത്തുള്ള സീതാമാതാവിനെ കാണണം. ശ്രീരാമ ഭഗവാന്റെ സഹധർമ്മിണിയായിട്ടുള്ള സീതാദേവിയെ ജ്യേഷ്ഠ സഹോദരിയായിട്ടല്ല കാണേണ്ടത്, ജ്യേഷ്ഠന്റെ ഭാര്യയായിട്ടല്ല, അമ്മയായി കാണണം. എന്നെ പോലെ തന്നെ കാണണം. സുമിത്രയാണെന്ന് നീ ധരിക്കണം. മാത്രമല്ല, ആ കാനനം മുഴുവൻ, ആ അടവിയെ എന്തായി കാണണം? അയോധ്യയായി കാണണം. ഇങ്ങനെ ഉള്ള ഒരു ചിന്താഗതിയോടെ എൻ്റെ പൊന്നുമോനെ, നീ ജ്യേഷ്ഠന്റെ കൂടെ യാത്രയായി വനത്തിൽ പോയി 14 സംവത്സരം അച്ഛൻ്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് കാനനത്തിലേക്ക് പുറപ്പെടുന്ന സീതയോടും ശ്രീരാമചന്ദ്ര പ്രഭുവിനോടുമൊപ്പം, ജ്യേഷ്ഠ സഹോദരനോടും ജ്യേഷ്ഠ ഭാര്യയോടുമൊപ്പം സഞ്ചരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള നിനക്ക് ബുദ്ധിമുട്ടുകളും വരാതെ യാത്ര പൂർണ്ണമാകുകയും ആ ജ്യേഷ്ഠനോടൊപ്പം ആ 14 സംവത്സരവും ഒരുമിച്ച് ചേരുവാനും ഒരുമിച്ച് ജീവിക്കുവാനും ആ ധർമ്മം നിറവേറ്റുവാനും രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് രാജ്യഭാരം എങ്ങനെയാണോ അതുപോലെ തന്നെ അവിടുത്തെ ആ കാനനവാസവും നിനക്ക് സുഖമായി ഭവിക്കുവാൻ. രാജ്യം ഭരിക്കുമ്പോൾ സുഖങ്ങളും ദുഃഖങ്ങളുമുണ്ട്. ഇവിടെ പോയാൽ സുഖമല്ല. മുഴുവനും നമുക്കറിയാം, വനത്തിൽ ഘോരമായിട്ടുള്ള ധാരാളം ഘോരന്മാരായ രാക്ഷസന്മാരുണ്ട്, മായാവികളായിട്ടുള്ള രാക്ഷസന്മാരുണ്ട്, കിങ്കരന്മാരായിട്ടുള്ള രാക്ഷസന്മാരുണ്ട്. അങ്ങനെ രാക്ഷസന്മാരും മുള്ളും കല്ലും നിറഞ്ഞ കാനന പാതയിലൂടെ സഞ്ചരിച്ച് നല്ല ഭക്ഷണമില്ലാതെ, നല്ല താമസ സൗകര്യങ്ങളില്ലാതെ, ഏതെങ്കിലും വനാന്തരത്തിലും മരത്തിൻ്റെ ചുവട്ടിലോ മറ്റെവിടെയോ കിടന്നുറങ്ങേണ്ട സാഹചര്യമുള്ള ആ സാഹചര്യമെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് പോലും അയോധ്യയായി കാണണം അടവിയെ. ഈ രാജ്യഭരണം ഇവിടെ നടത്തുന്ന രാജാവ് എങ്ങനെയാണോ രാജ്യം ഭരിക്കുന്നത്, ഈ അയോധ്യയിലിരുന്ന് നിങ്ങൾ രാജ്യം ഭരിക്കുന്നത് പോലെ ആ വനാന്തരങ്ങളിൽ രാമനോടൊപ്പം നീ വസിക്കുമ്പോൾ അയോധ്യയായി നിങ്ങൾ കരുതണം. എന്ന് പറഞ്ഞാൽ മാതൃരാജ്യത്തെക്കുറിച്ചുള്ള ഭാവന ഉണ്ടാവണം. അച്ഛനെക്കുറിച്ച് എത്ര ദൂരമായാലും അച്ഛനാണ്. അതുകൊണ്ട് അച്ഛനെക്കുറിച്ചുള്ള ഭാവന അത് മനസ്സിൽ കാണുവാൻ അച്ഛൻ്റെ പ്രതിബിംബമാണ് ശ്രീരാമചന്ദ്രൻ നിന്റെ ജ്യേഷ്ഠൻ എന്ന മഹത്തായ സന്ദേശം. നിന്റെ അമ്മയാണ് ജ്യേഷ്ഠ ഭാര്യയായിട്ടുള്ള സീതാദേവി എന്നുള്ള മഹാസന്ദേശം. ഈ ധർമ്മത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ മാനബിന്ദുക്കൾ മുഴുവനും ആ അമ്മ സ്വന്തം മകന് പകർന്നു കൊടുത്തുകൊണ്ട് നീ ഇവിടെയെന്ന് ധ്യാനിച്ചാൽ മതി. അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠൻ പോകട്ടെ, ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയുമാണ് പോകേണ്ടത്. അതുകൊണ്ട് നീ പോകണ്ട, എൻ്റെ മകൻ ഒരാപത്തും വരാതെ ഇവിടെ ഇരിക്കട്ടെ, അച്ഛൻ പറഞ്ഞത് കേൾക്കേണ്ട ഉത്തരവാദിത്വം നിനക്കില്ല എന്ന് ഇന്ന് ഉപദേശിച്ചു കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ സുമിത്രാ മാതാവിനെ കാണേണ്ടത്. സ്വന്തം മകനെ രാജ്യഭാരമേൽപ്പിക്കാൻ തയ്യാറായ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടത് എന്താണോ അതെനിക്കും നഷ്ടമാകട്ടെ എന്ന് ആ ഒരു ദുഃഖവും ആ ഒരു വേപതുണ്ട ആ കൗസല്യ മാതാവിൻ്റെ ദുഃഖം എത്രയാണോ അത് മുഴുവൻ ആവാഹിച്ചെടുത്തുകൊണ്ട് തൻ്റെ സ്വന്തം ദുഃഖമായി ആ സുമിത്രാ മാതാവ് തൻ്റെ ഹൃദയത്തിലേറ്റിക്കൊണ്ടാണ് സ്വന്തം പൊന്നോമന മകനെയും അയോധ്യ രാജാവായിട്ടുള്ള ദശരഥ മഹാരാജാവിൻ്റെ ആജ്ഞ ശിരസാ നിർവഹിക്കുവാൻ പുത്രൻ്റെ ധർമ്മമായി കരുതികൊണ്ട് ആ ധർമ്മിഷ്ഠനായ രാജകുമാരനായിട്ടുള്ള ശ്രീരാമചന്ദ്രപ്രഭുവിനോടും സീതാദേവിയോടൊപ്പം 14 സംവത്സരം നീണ്ട ഘോരമായ ആ വനവാസത്തിലേക്ക് പറഞ്ഞയക്കുവാൻ തയ്യാറായ സുമിത്രാ മാതാവ് തീർച്ചയായും എല്ലാ മാതൃജനങ്ങൾക്കും ഈ മാലോകർക്കും മുഴുവനും മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ മാതൃകാപരമായ ആ ധന്യമായിട്ടുള്ള ആ സന്ദേശം നൽകിയ ആ സുമിത്രാ മാതാവിനെ മനസ്സിൽ സ്മരിക്കാം. ആ പദാരബിന്ദങ്ങളിൽ ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം, ഹരി ഓം.